നമ്മളിങ്ങ് എടുത്ത് നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് പരിപാടിയാക്കുക. പാർട്ണറിനെ കണ്ടുപിടിക്കേണ്ട ആളെ തലവേദനയും ഈ പറയുന്ന കല്യാണം എന്ന് പറഞ്ഞ പരിപാടി എല്ലാം നമ്മുടെ സ്വന്തമാക്കുക. അതൊക്കെ പേഴ്സണൽ സാധനങ്ങളാണ്. അതൊന്നും വിട്ടുകൊടുക്കാതെ നമ്മള് അതുകൊണ്ട് തന്നെ ചെറുപ്പം പോലെ നിങ്ങൾ പ്രണയിക്കുക, നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകുക, ആൾക്കാരെ മനസ്സിലാക്കുക. ഇതൊക്കെ എന്തിനാ ചെയ്യുന്നത്? ഇതൊക്കെ ഭാവിയിലുള്ള പാർട്ട്ണറിനെ സെലക്ട് ചെയ്യുമ്പോൾ എങ്ങനെ, കാരണം നമ്മൾ ചെറുപ്പം മുതലുള്ള നമ്മുടെ സ്ത്രീ സൗഹൃദങ്ങളും ഒക്കെ ഇതിനകത്ത് ഇതാണ്. കാരണം നമ്മളൊരു പാർട്ണറെ കണ്ടെത്തുമ്പോൾ തന്നെ കണ്ട അവക്കില്ലാത്ത ക്വാളിറ്റി ഇവൊക്കെ ഉണ്ട്, ഇവരിങ്ങനെയാണ് ചിന്തിക്കുന്നത്, കമ്പാരിസണും ഒക്കെ നമുക്ക് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിൽ പിള്ളേർക്ക് പ്രണയം ഉണ്ടെന്ന് പിള്ളേർ വീട്ടിൽ വന്ന് പറയുമ്പോൾ നീ അങ്ങനെ ചെയ്യുന്നതല്ലാതെ അതിന് നല്ല നല്ല ക്വാളിറ്റിയുള്ള ലെസൺസ് പറഞ്ഞു കൊടുക്കുക. പണ്ട് എനിക്ക് പ്രണയം ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ഇങ്ങനെയായിരുന്നു ചെയ്തതെന്ന് ഒരമ്മ ഒരു മോക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് അവർക്ക് കൊടുക്കുന്ന ഏറ്റവും നല്ല ലെസൺ. അല്ലാതെ നീ പ്രണയിക്കരുത്, അവളെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മറ്റേ വുമൻസ് ഓൺലി കോളേജിൽ കൊണ്ട് ചേർത്ത് ഈ ഫീലിങ്സ് എല്ലാം അവിടെ എവിടെ എന്ത് എങ്ങനെയെന്നുള്ള ഒരു എക്സാമ്പിളും കിട്ടാതെ അവർക്ക് കിട്ടുന്ന ഒരു ടോക്സിക് റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിൽ നിന്നായിരിക്കും ഇവരെല്ലാം പഠിക്കുന്നത്. ഇതൊന്നും അല്ലാതെ നമ്മൾ വീട്ടിൽ വന്ന് ചോദിക്കുമ്പോഴത്തേനും വീട്ടുകാർക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ഏറ്റവും നല്ല ഗൈഡൻസ്. എടാ എനിക്ക് പണ്ട് ഇങ്ങനെ ഒരു പ്രണയം ഉണ്ടായിരുന്നു, ഇപ്പം ഇങ്ങനൊരു സീൻ ഉണ്ടായപ്പോൾ ഞാൻ അന്ന് ഇങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്, അല്ല എൻ്റെ ഒരു ഫ്രണ്ടിന് ഇങ്ങനെ ഒരു പ്രണയം ഉണ്ടായിരുന്നപ്പോൾ ഇങ്ങനെ. അപ്പം ഇങ്ങനെ എൻ്റെ ഫാമിലിയിൽ അങ്ങനെ ഡിസ്കഷൻ നടന്നിട്ടുള്ളതാണ്. ഞാൻ എൻ്റെ അമ്മയെടുത്ത്, അമ്മ മാരേജായിരുന്നു, അപ്പൊ അമ്മയടുത്തൊക്കെ ഞാൻ അങ്ങനെ ഡിസ്കസ് ചെയ്തു. അതെ അതെ അതെ. അപ്പൊ അമ്മയടുത്തൊക്കെ ഞാൻ അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു പോസിറ്റിവിറ്റി എനിക്ക് ഇപ്പൊ ഞാനിങ്ങനെ സംസാരിക്കുന്നതിൽ ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെയാണ്. പിന്നെ നമ്മുടെ ലൈഫിൽ അത് ഭയങ്കര